എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അനി അനാമികയെ തന്നെ വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹത്തിന് ശേഷം വലിയ അടിയും ബഹളവുമായിട്ട് അവരുടെ ജീവിതം എഴുതി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അവസരത്തിലും നന്ദുവിനെ മാത്രമാണ് കേട്ടോ അനി ഓർക്കുന്നത്. അങ്ങനെ പലതവണയായിട്ട് ഈ അനാമിക ടോർച്ചർ അനിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ നന്ദുവിനെ കോൾ ചെയ്യുകയോ നന്ദു കോൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പരസ്പരം രണ്ടുപേരും സംസാരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ അനാമിക വളരെ റൂഡായിട്ടാണ് അനിയോട് പെരുമാറുന്നത്. ഒരു തവണ അനിയാണെങ്കിൽ അവന്റെ ഫോണിൽ നന്ദുവിന്റെ ഫോട്ടോ ഇങ്ങനെ കാണുമായിരിക്കും. ആ ഫോട്ടോ നോക്കിയിട്ട് അനി സംസാരിക്കുന്നുണ്ട്. നീയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ജീവിച്ചേനെ. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ബലി കൊടുത്തത് എൻ്റെ സന്തോഷങ്ങളെയാ. നീ പോയ അന്ന് നാൾ മുതലേ ഞാൻ അനുഭവിക്കുന്നതാ. അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറി ഇത്രയും നാളായി. ഇതുവരേക്കും അവൾക്ക് എന്നെയോ എനിക്ക് അവളെയോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവരോടും വളരെ റൂഡായിട്ട് അവൾ സംസാരിക്കുന്നത്. അവൾക്ക് അവളുടെ കാര്യ വലുത്. അവളുടെ ലക്ഷ്യം മറ്റെന്തൊക്കെയോ അല്ലാതെ എന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാനോ ഒരിക്കലും അവൾ ശ്രമിച്ചിട്ടില്ല. അവൾക്ക് ആകെപ്പാടെ സ്നേഹവും ആക്രാന്തവും ഒക്കെ ഉള്ളത് പണത്തോട് മാത്രം എന്നൊക്കെ അവൾ ഇങ്ങനെ പറയാണ്. നന്ദു, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വല്ലാതെ കളർഫുൾ ആയനെ. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ലാതെ വളരെ ഡാർക്കായിട്ട് എൻ്റെ ജീവിതം പോന്നേ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിന്റെ ഫോട്ടോ നോക്കി അനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും അനി പെട്ടെന്ന് ഫോൺ ലോക്കാക്കി മാറ്റി വെക്കുന്നുണ്ട്. ആരോടാ അനിപ്പോ സംസാരിച്ചത്? ഞാനോട് സംസാരിച്ചില്ല. അല്ല, ഞാൻ കേട്ടല്ലോ. അനിപ്പ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടാ വന്നത്. വെറുതെ കള്ളം പറയണ്ട. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പുറത്തുനിന്ന് കേട്ടു. ഞാനോടുള്ള ജീവിതം നിനക്ക് ഭയങ്കര ഡാർക്കാണെന്നും ഞാൻ നിന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. ആരോടാ പറഞ്ഞത്? സത്യം പറ. നിങ്ങളാ വിളിച്ചോ അവളെ, ആ മൊട്ടച്ചീനെ? നീ എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ അവളെ വിളിക്കാനോ? ഞാൻ അവളെ വിളിച്ചൊന്നുമില്ല. പിന്നെ ആരോടാ നിങ്ങൾ സംസാരിച്ചേ? സത്യം പറ എന്നൊക്കെ പറഞ്ഞ് അനാമിക വല്ലാത്ത റൂഡായിട്ട് സംസാരിക്കാണ്. എനിക്കറിയാം നീ എന്നെ പറ്റിക്കുക. ഇപ്പോഴും നിന്റെ മനസ്സിൽ അവളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇക്കഴിഞ്ഞ 2-3 മാസമായിട്ടും നീ എൻ്റെ കൂടെ ജീവിക്കാത്തത്. ഇപ്പോഴും നീ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയില്ലേ കിടക്കാറ്. എനിക്കറിയാം നിന്റെ മനസ്സിൽ അവൾ മാത്രം. നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇല്ല, ഞാനവളുടെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. എനിക്കറിയാടാ നിന്റെ ഒക്കെ മനസ്സിലിരിപ്പ്. ഫോൺ ലോക്ക് അഴിക്ക്, ഇപ്പൊ തന്നെ ഫോൺ ലോക്ക് അഴിക്ക് എന്ന് പറയുന്നുണ്ട്. വേണ്ട, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഫോണ് അത് എൻ്റെ ഫോണാ. ആഹാ, ഞാൻ നിന്റെ ഭാര്യ, എനിക്കും അതിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് അനിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു മേടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോൺ ലോക്ക് അഴിക്കുമ്പോൾ തന്നെ അവൾ കാണുന്ന കാഴ്ച നന്ദുവിന്റെ ഫോട്ടോ ആയിരിക്കും. ഇത് കണ്ടപാടെ അനാമിക അങ്ങ് ഞെട്ടിപ്പോവാണ്. ഓഹോ, അപ്പൊ ഇവളുടെ ഫോട്ടോ നോക്കിയിട്ട് ഇവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയാണ് കേട്ടോ അനാമിക എന്തായി കാണിച്ച് എന്ന് ചോദിച്ചിട്ട് അവളെ അടിക്കാൻ ഇങ്ങനെ അനി കയ്യോങ്ങാണ്. ഈ സമയത്ത് അവരുടെ ഡോറിന്റെ വാതിൽക്കൽ കൂടി നടന്നു പോകായിരിക്കും ആദർശ്. ഇത് കണ്ടപാടെ അകത്തേക്ക് ആദർശ് കയറി വരുന്നുണ്ട്. അനി, മോനെ, എന്താ സംഭവിച്ചേ? എന്ത് നീ അവളെ അടിക്കാൻ കയ്യോങ്ങുന്നേ? മാറിക്ക് ഇങ്ങോട്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്. അനാമിക അവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി ഓടുന്നുണ്ട്. എന്താ കാര്യം? എന്തിനാ അനാമിക കരഞ്ഞോണ്ടിറങ്ങി ഓടുന്നത്? എൻ്റെ ജീവിതം നശിച്ച ആദർശേട്ടാ, എൻ്റെ ജീവിതം നശിച്ചു. എനിക്കിനി ജീവിക്കേണ്ട ആദർശേട്ടാ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ ഏട്ടനോട് പറ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും താഴെ ചെന്ന് ജാനകിയോടൊക്കെ അനാമിക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ബഹളം കൂട്ടായിരിക്കും. നീ ഇങ്ങ് വന്നേ, താഴെ ആകെപ്പാടെ സീനാനെ തോന്നുന്നത്. ഇല്ലാതെ ചേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. ആരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. ഇനിയും എല്ലാവർക്കും വേണ്ടിയും ഇങ്ങനെ മുഖത്ത് പുഞ്ചിരിയും തേച്ചുകൊണ്ട് നടക്കാനായിട്ട്. എൻ്റെ മനസ്സിലെ വിഷമം അതാരും മനസ്സിലാക്കുന്ന കൂടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും കാണണ്ട. മോനെ, നീ അങ്ങനെ പറയരുത്. നീ ഇറങ്ങി വാ. ഇല്ല അത് ചേട്ടാ, ഞാൻ വരുന്നില്ല, എന്നെ വിട് എന്ന് പറയുന്നുണ്ട്. ഇല്ല, പറ്റില്ല. നിന്നോട് ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ താഴേക്ക് പോവില്ല. നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് ആദർശ് കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് താഴേക്ക് ചെല്ലുമ്പം എല്ലാവരും താഴെ നിൽക്കായിരിക്കും. ജാനകി ചോദിക്കാണ്, ഓഹോ, നിനക്ക് ഇപ്പോഴും ആ മൊട്ടച്ചിയെ മറക്കാറായിട്ടില്ലല്ലേടാ? അമ്മ അത് എന്ന് പറയുമ്പോൾ മനസ്സിലായി. എന്നോടെല്ലാം അയാൾ പറഞ്ഞു. അവളുടെ ഫോട്ടോ നോക്കിയിട്ട് നീ ഇവളുടെ കുറ്റങ്ങൾ പറയാല്ലേ? എന്തിനാടാ ഫോട്ടോ നോക്കിയത്? അവളെ അങ്ങ് വിളിച്ചോടായിരുന്നു നിനക്ക്. അല്ലെങ്കിൽ എപ്പോഴും വിളിച്ചോണ്ട് വാ, എന്നിട്ട് നേരിട്ട് പറ നിന്റെ ഭാര്യയുടെ കുറ്റങ്ങളൊക്കെ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കാണ്, എന്താടാ അനിയത്? എന്തൊക്കെയാ കാണുന്നേ? ഈ വീട്ടിൽ എന്തൊക്കെയാ കാണുന്നേ? എനിക്കൊന്ന് കാണാൻ കൂടി വയ്യ, ഒന്ന് സഹിക്കാൻ വയ്യെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി ഒന്നും മിണ്ടാതെ തലകുണിച്ച് നിൽക്കാണ്. ജാനകി ചോദിക്കുന്നുണ്ട്, അവന്റെ ഭാര്യനെ പോലും അവനിപ്പോ കാണണ്ട. എവിടെയോ കിടക്കുന്ന അവൾക്ക് വേണ്ടി അവൻ ഇപ്പോഴും മനസ്സിൽ അവളെ കൊണ്ട് നടക്കുക, നാണം കെട്ടവൻ എന്നൊക്കെ പറയുന്നുണ്ട്. നയന അനിയോട് ചോദിക്കാണ്, എന്താ അനിയത്? വിവാഹത്തോടു കൂടി എല്ലാം മറന്നാലും ഞങ്ങളൊക്കെ കരുതിയത് ഇപ്പോഴും എന്തൊരു മനസ്സിൽ കൊണ്ട് നടക്കാണോ?
നിന്റെ ഭാര്യ അനാമികയ. അതുകൊണ്ട് നീ അവളെ താലികെട്ടിയ നിമിഷം മുതൽ അവളെ നിന്റെ ഭാര്യ. നീ എപ്പോഴും ഓർക്കേണ്ടതും ആലോചിക്കേണ്ടതും എല്ലാം അനാമികയെക്കുറിച്ച് മാത്രം. അല്ലാതെ നന്ദുവിനെ നീ സ്വപ്നത്തിൽ പോലും കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജാനകി പറയാണ്, എന്റെ മോനെ ഇമ്മതിൽ അവസ്ഥയിലാക്കിയത് നീയും നിന്റെ അനിയത്തിയും നിന്റെ തള്ളയും കൂടിയാടി. എന്നിട്ടിപ്പം അവളുടെ ഒരു മുതല കണ്ണീര് കണ്ടില്ലേ, മാറിപ്പോയി എന്റെ മോന്റെ അടുത്തുനിന്ന്. ജാനകി ദേഷ്യപ്പെടുമ്പം ആദർശ് പറയുന്നുണ്ട്, ചെറിയമ്മേ ആവശ്യമില്ലാതെ ചെറിയമ്മ നയനെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. നയന ഇതിൽ നിരപരാധിയ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരസ്പരം സ്നേഹിച്ചത് നന്ദുവും അനിയും കൂടിയാ. അതുകൊണ്ട് തെറ്റ് അവരുടെ ഭാഗത്ത് മാത്രം, അതിൽ തെറ്റെന്നും പറയാൻ സാധിക്കില്ല. ഒരാൾക്കാളുടെ ഇഷ്ടം തോന്നുന്നത് എങ്ങനെ തെറ്റാവും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയാണ്, അമ്മേ എനിക്കിനി ഇവിടെ ജീവിക്കണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇനി പോയിക്കോളാം. അനി ഇപ്പം എന്നെ അടിക്കാൻ വന്നു. ഇനിയിപ്പം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പം അവൾക്ക് വേണ്ടി എന്നെ കൊല്ലാനും അനി മടിക്കില്ല. അവൾ വിളിച്ചു പറഞ്ഞ് എന്നെ കൊല്ലാൻ പറഞ്ഞ അതും അനി ചെയ്യും എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഇല്ല അനാമിക, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം, ഇനി അനി ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ആദർശേട്ടൻ കണ്ടതാമേ എന്നെ അടിക്കാൻ കയ്യൊങ്ങി നിൽക്കുന്നത്. അതും കണ്ടിട്ട് ആദർശേട്ടൻ റൂമിലേക്ക് കയറി വന്നത്. ആ ഒരു അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണ് അമ്മയും ചിന്തിച്ചു നോക്കിയ എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടുന്ന് മുതലക്കണ്ണീർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അനാമികയ്ക്ക് അനിയനെ ഇഷ്ടമൊന്നുമല്ല. അവന്റെ സ്വത്തുക്കൾ അത് എങ്ങനെയും ഭാഗം വെച്ച് മേടിക്കണം. അവന്റെ 3 ഷോറൂമുകൾ അത് ഒക്കെ സ്വന്തമാക്കണം. അതിനിടയിലാണ്ടോ ഇങ്ങനെ അവനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. അവനെപ്പോഴേക്കും പൊട്ടിത്തെറിക്കുകയാണ് അനി. മടുത്തു, ഞാൻ എല്ലാം കൊണ്ട് ഞാൻ മടുത്തു. ഞാൻ സഹിച്ച് മടുത്തു. ഇത്രയും നാളും എല്ലാവരെയും കാണിക്കാൻ വേണ്ടി എൻ്റെ മുഖത്ത് സന്തോഷം കൊണ്ടേ നടക്കായിരുന്നു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയാണ്. മുത്തശ്ശൻ ചോദിക്കാണ്, എന്താണ് അനി നീ എന്തൊക്കെയാ പറയുന്നേ? അതേ മുത്തശ്ശ, അന്ന് വിവാഹത്തിന് മുത്തശ്ശൻ കൊടുത്ത ഒറ്റ വാക്ക് കാരണം മാത്രമാണ് ഞാൻ വിവാഹം കഴിച്ചത്. അന്ന് ആദർശേട്ടൻ മുത്തശ്ശനോട്ടാ വിവാഹം കഴിച്ചത്. പക്ഷേങ്കിൽ ആദർശേട്ടൻ്റെ ജീവിതം നല്ലതായിരുന്നു. കാരണം നയനച്ചിന്റെ മനസ്സ് അത്രത്തോളം നല്ലതായിരുന്നു. പക്ഷെ എൻ്റെ അവസ്ഥ അങ്ങനല്ല. ഞാനിപ്പം ഏറ്റവും ദുഃഖിതയായിട്ടാണ് കഴിയുന്നത്. അത് മുത്തശ്ശനത് അറിയുമോ? അന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിലെ പ്രണയമ വലിച്ചു പറിച്ചെറിഞ്ഞത്. പക്ഷെ എനിക്കിനി പറ്റുന്നില്ല. ഒന്നിനെ മറക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇത്രയും നാളായിട്ട് കൂടിയും ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്കോട് യാതൊരു സ്നേഹവും ഇഷ്ടമോ ഒന്നുമില്ല. ഞാൻ ഇതുവരെയുള്ള ഭാര്യത്തെ കണ്ടിട്ടുമില്ല. ഇനി ഒരിക്കലും എനിക്കെന്നെ സാധിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, മോനെ അതെല്ലാം ശരിയാ. പക്ഷെ മണ്ഡപത്തിൽ വെച്ച് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് മോളുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ, ഇനി ഇങ്ങനെ പറഞ്ഞില്ല എങ്ങനെ ശരിയാവുക? മുത്തശ്ശി, എനിക്ക് മനസ്സിലായി മുത്തശ്ശി. ഞാൻ അന്ന് തൊട്ട് എല്ലാവരോടും പറഞ്ഞതല്ലേ എനിക്ക് വിവാഹം വേണ്ടാന്ന്. എല്ലാവരും കൂടെ നിർബന്ധിച്ചല്ലേ എൻ്റെ തലയിൽ ഇവിടെ കെട്ടിവെച്ചത്. എനിക്ക് വയ്യ, ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസം രാത്രി ഇവൾ എന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? മെന്റലി എന്നെ ടോർച്ചർ ചെയ്ത് എന്നെ കൊല്ലിക്കാനാണ് ഇവളുടെ ഭാവം. അനാമിക പറയാണ്, കണ്ടില്ല അമ്മ പറഞ്ഞത് ഞാൻ ടോർച്ചർ ചെയ്യാണെന്ന്. എപ്പോഴും അനിയുടെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു മാത്രം. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതൊക്കെ ടോർച്ചറിങ് ആണോ? എങ്കിൽ പിന്നെ നന്ദുവിന് മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഭാര്യയെ എന്നെ കൊണ്ടുവന്നൂടെ? അപ്പൊ പിന്നെ ആരെങ്കിലും അനിയെ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനി പറയാണ്, ഒരിക്കലും ഇല്ല. എൻ്റെ നന്ദുവിൻ്റെ സ്ഥാനത്തേക്ക് മറ്റാരും ഞാൻ കൊണ്ടുവരത്തുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അനി നീ ഇപ്പോൾ എന്തായാലും വിവാഹം കഴിച്ചു. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നീ അനാമികനെ മാത്രമാണ് സ്നേഹിക്കേണ്ടത്. അല്ലാതെ നന്ദു ഇപ്പം മറ്റൊരു പെൺകുട്ടിയാ. അതുകൊണ്ട് നീ അവളെ ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല. ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിട്ട് മതി. അതുകൊണ്ട് നീ എത്ര വേണ്ടി നിന്റെ മനസ്സിൽ നിന്ന് നന്ദുവിനെ കളയണം. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് അനാമികനെ നിന്റെ ഭാര്യയായിട്ട് കൊണ്ടുവരണം. ഇത് ഈ മുത്തശ്ശനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ചെയ്തു തരണം എന്ന് പറയാണ്. അനി പറയാണ്, അതേ മുത്തശ്ശനുള്ള സ്നേഹം കൊണ്ട് തന്നെയാ എന്നെ നന്ദു ഞാൻ ഉപേക്ഷിച്ചത്. ഇവളെ ഞാൻ സ്വീകരിച്ചതും. പക്ഷെ ഇവൾ നിങ്ങൾ വിചാരിക്കുന്നതിൽ മാലാക്കിയൊന്നുമല്ല. ഇവൾ കള്ളിയാ, പേരും കള്ളി. ഇവളുടെ മനസ്സിലിപ്പോൾ എന്താന്ന് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനി അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തൊരു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ സാധിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.